അടുത്ത അനിൽ ബോസ്, രാഹുൽ മാങ്കൂട്ടത്തിലെ പുറത്താക്കാനുള്ള നീക്കം നിയമസഭയിൽ ഉണ്ടായാൽ കോൺഗ്രസ് ഇതിനെ പിന്തുണയ്ക്കുമോ? പാർട്ടി ആലോചിക്കേണ്ട കാര്യമില്ല. പാർട്ടി ഏകപക്ഷീയമായ ഒരു ചർച്ചയിൽ വന്നിരുന്ന് തീരുമാനിക്കേണ്ട കാര്യമാണ്. ഇവിടെ സംസാരിച്ചപ്പോൾ ഞാൻ രാഹുൽ മാങ്കൂട്ടത്തിനെ ന്യായീകരിച്ചു എന്ന അർത്ഥത്തിൽ ഇവിടെ BJP പ്രതിനിധിയും CPM ആയി വന്നിട്ടുള്ള പ്രതിനിധിയും ഇവരെല്ലാവരും പറഞ്ഞു. ഞാൻ എവിടെയാണ് ന്യായീകരിച്ചത്? ഏതെങ്കിലും ഘട്ടത്തിൽ അദ്ദേഹത്തെ ന്യായീകരിച്ചോ? പിന്നെ എൻ്റെ പാർട്ടിയുടെ പൊസിഷൻ ഞാൻ പറയണ്ടേ? എവിടെയാണ് ഞാൻ തർക്കവാദം ഉന്നയിച്ചത്? ഞാൻ കാർക്കശ്യ സ്വഭാവത്തിൽ ഞാൻ സംസാരിച്ചത് എവിടെയാണ്? കേരളത്തിൽ ഒരു പെണ്ണുപിടിയനായി കാണുന്ന ഒരു കേസിലെ പ്രതി കേരളം വിട്ട് കർണാടകയിലേക്ക് പോയത് അല്ലല്ല. ഞാൻ പറയട്ടെ, താങ്കൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ഞാൻ അസ്വസ്ഥനായില്ലല്ലോ, അവിടെ മിണ്ടായിരിക്കും. ഞാൻ പറഞ്ഞത് കേരളത്തിൽ നിന്നും കർണാടകയിലേക്ക് ഒളിച്ചു കടന്നപ്പോൾ അതാത് സമയങ്ങളിൽ ഇൻഫർമേഷൻ കൊടുത്തു. അത് കോൺഗ്രസ് ആണോ? ആ ഇൻഫർമേഷൻ കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ പോലീസിനെതിരെ സംസാരിക്കേണ്ടതെന്നല്ലേ ഞാൻ ചോദിച്ചോളൂ. അതെൻ്റെ ശബ്ദത്തിന് കാഠിന്യം കൂടും. കാരണം ഞാൻ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിനിധിയായി ഈ ചർച്ചയിൽ വന്നിരിക്കുന്നത് എൻ്റെ പ്രസ്ഥാനത്തിൻ്റെ പൊസിഷൻ പറയാനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ആ പ്രസ്ഥാനത്തിൻ്റെ ഭാഗത്ത് തെറ്റില്ലാത്തൊരു കാര്യത്തിൽ ഞങ്ങൾക്കെതിരെ വിരൽ ചൂണ്ടുമ്പോൾ അതേ സ്വഭാവത്തിൽ ഞാൻ മറുപടി പറയും. അതിന് തർക്കമൊന്നും വേണ്ട. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് കേരള ചരിത്രത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയും ചെയ്യാത്ത നടപടികൾ എടുത്തിട്ടുണ്ട്. ആരോപണം, ഒരു പെറ്റീഷൻ പോലും പോലീസ് മുമ്പാകെയോ ആരുടെയെങ്കിലും പേര് വെച്ചൊരു പരാതി എത്തുന്നതിന് മുമ്പ് ഇരുന്ന പദവിയിൽ നിന്ന് രാജിവെപ്പിച്ചു. ശേഷം പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തി. പക്ഷെ പരാതി വരണ്ടേ? പരാതി വരാതെ, നിയമപരമായ ഒരു പരാതി വരാതെ ഞങ്ങൾക്ക് മുൻകൂർ പാർട്ടിയുടെ ഒരു നേതാവിനെ ചുമ്മാ അങ്ങ് തൂക്കിക്കൊല്ലാൻ പറ്റുമോ? അപ്പോൾ പരാതി വന്നപ്പോൾ ഞങ്ങൾ പാർട്ടിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തു. ആ ഡിസ്മിസ് ചെയ്തതിന് ശേഷമാണ് പിന്നീട് ഇപ്പോൾ കേസുകളുടെ തുടർച്ച വരുന്നത്. അപ്പം ഇവിടെ നമുക്ക് നാട്ടിൽ നിലനിൽക്കുന്ന വ്യവസ്ഥിതിയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും? ഒരു ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട MLA പാർട്ടിക്കകത്താണ് നിൽക്കുന്നതെങ്കിൽ പാർട്ടിക്ക് പല നടപടിക്രമങ്ങൾ ചെയ്യാം. ഞാനത് നേരത്തെ പറഞ്ഞു, വീണ്ടും ഞാൻ ആവർത്തിക്കുന്നില്ല. അതല്ല, പാർട്ടിയിൽ നിന്നൊരാൾ കൂറുമാറിപ്പോവുകയാണെങ്കിൽ അതിന് നമുക്ക് കൃത്യമായ നടപടികൾ സ്വീകരിക്കാം. പക്ഷേ ഇത് നമ്മുടെ പാർട്ടിയുടെ പ്രാഥമിക അംഗത്തിൽ നിന്ന് പാർട്ടിയുമായിട്ടുള്ള മുഴുവൻ ബന്ധവും വിച്ഛേദിച്ച ഒരാളെ പുറത്താക്കിയതിന് ശേഷം വീണ്ടും കേസുകൾ വരുന്നു. ഇതെന്താ ഞങ്ങളെല്ലാവരും മുൻകൂട്ടി ഗണിച്ചറിയുവാണോ ഇയാൾ എവിടെയൊക്കെ പോയിന്ന്? കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രവർത്തിക്കുന്നവരെല്ലാം എന്തൊക്കെയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നതെന്ന് എങ്ങനെയാണ് നമുക്ക് റിസർച്ച് ചെയ്യാൻ കഴിയുമോ? അല്ലെങ്കിൽ മറ്റേതെങ്കിലും പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന നേതാക്കൾക്ക് അത് റിസർച്ച് ചെയ്യാൻ കഴിയുമോ? കർണാടക സംസ്ഥാനത്ത് എത്രയോ പെൺകുട്ടികളെ പീഡിപ്പിച്ച ഒരുത്തൻ BJPയുടെ MP ആയിട്ടുണ്ടായിരുന്നു. ഇതെന്താ ഇന്ത്യയിലെ മുഴുവൻ BJPക്കാരും അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുക്കും? അപ്പോൾ സ്വാഭാവികമായിട്ട് ആ പാർട്ടിക്കെതിരെ വിമർശനം വരും. ആ വിമർശനം വരുമ്പോൾ പാർട്ടി എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ്. ഇന്ത്യയുടെ ഏറ്റവും അഭിമാന താരങ്ങളായിട്ടുള്ള കായിക താരങ്ങൾക്കെതിരെ ബ്രിജ് ഭൂഷൺ എന്ന് പറയുന്ന ഒരു MP പീഡനം നടത്തിയല്ലോ. എത്ര ചർച്ച നടന്നു? BJP എന്ത് പൊസിഷനാണ് എടുത്ത ആ വിഷയങ്ങളിൽ? അപ്പം വിഷയങ്ങൾ ചർച്ചയിൽ ഉയർന്നു വരും. ഇവിടെ അതല്ല. അവിടെ ബ്രിജ് ഭൂഷണെ സംരക്ഷിക്കുന്ന നടപടി സ്വീകരിക്കുമ്പോൾ ഇവിടെ മുകേഷിനെയും AK ശശീന്ദ്രനെയും P ശശിയെയും KB ഗണേഷ് കുമാറിനെയും സംരക്ഷിക്കുന്ന പൊസിഷൻ ഒരു പാർട്ടി എടുക്കുമ്പോൾ അവിടെയാണ് ഞങ്ങൾ വേറിട്ട് നിൽക്കുന്നത്. ഞങ്ങളുടെ പാർട്ടി ക്ലാരിറ്റിയോടുകൂടി നിലപാടെടുത്തത്. ആ നിലപാട് പാർട്ടി നിലപാടാണ്. എനിക്ക് മാങ്കൂട്ടത്തിൻ്റെ വക്കാലത്തൊന്നുമില്ല. എൻ്റെ അളിയനും അല്ല, എൻ്റെ പെങ്ങളെ കെട്ടിയ ആളുമല്ല. പാർട്ടി പ്രവർത്തകൻ എന്നുള്ള നിലയിൽ കൈപ്പത്തി ചിഹ്നം, ആ കൈപ്പത്തി ചിഹ്നം മൂവർണ്ണ കൊടി, ആ കോൺഗ്രസ് വികാരത്തിൽ കോൺഗ്രസ് പ്രതിനിധിയായി ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ എൻ്റെ പ്രസ്ഥാനമെടുത്ത പൊസിഷൻ എനിക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആ കമ്മ്യൂണിക്കേറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അതിന് വസ്തുതയുടെ പിൻബലമില്ലാതെ ആരോപണം ഉന്നയിച്ചാൽ അതിനെ ഞാൻ കാർക്കശ്യത്തോടു കൂടി എതിർക്കും. അതിന് എന്നോട് വേണമെങ്കിൽ കാര്യമൊന്നുമില്ല. ഞാൻ മാതൃഭൂമിയുടെ ശമ്പളം പറ്റിയിട്ടല്ല ഇവിടെ വന്നിരിക്കുന്നത്. എന്നെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നിർദ്ദേശിച്ച പ്രകാരമാണ് ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. അപ്പൊ എന്റെ പാർട്ടിയുടെ നയം ഞാൻ പറയും, നിലപാട് പറയും. എന്റെ ശബ്ദം കൂടിയാൽ നിങ്ങൾ എന്നെ വിളിക്കേണ്ടെന്ന് വിചാരിച്ചേക്കണം. എന്നെ വിളിക്കേണ്ടതേ. പാർട്ടി പ്രതിനിധി എന്നുള്ള നിലയിൽ വിളിച്ചാൽ പാർട്ടിയുടെ സ്വഭാവം ഉണ്ടാകും. ബുദ്ധിമുട്ടുള്ളവർ വിളിക്കേണ്ടത്. ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അങ്ങ് പാർട്ടിയോട് പറഞ്ഞാൽ മതി. എന്റെ പാർട്ടി പറയുന്നത് കേൾക്കാനാണെന്ന് എന്നെ വക്താവായിട്ട് വെച്ചിരിക്കുന്നത്. എന്റെ പാർട്ടി എന്നോട് പറഞ്ഞു താങ്കൾ മാതൃഭൂമി ചാനൽ പോകണമെന്ന് പറഞ്ഞു. ഞാൻ വന്നു. അത്രേ ഉള്ളൂ. നിങ്ങളുടെ ശമ്പളത്തിനല്ല. അപ്പൊ ഞാൻ എന്റെ പാർട്ടിക്ക് വേണ്ടി സേവ് ചെയ്യാനാണ് വന്നിരിക്കുന്നത്. അല്ല, ഞാൻ അതിൽ തന്നെയാണ് പറഞ്ഞത്. ഞാൻ അങ്ങോട്ട് അങ്ങനെ ഒരു കാര്യം ചോദിച്ചിട്ടില്ല. ഞാൻ അങ്ങോട് പറഞ്ഞ ഒരു കാര്യം എന്താണ്, അഡ്വക്കേറ്റ് അനിൽ ബോസ് പേര് വെച്ച് പരാതി കിട്ടാതെ DGPക്ക് കൈമാറിയെന്ന് അങ്ങ് പറഞ്ഞു. എപ്പോ കൈമാറിയെന്നാണ്? കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ ഇങ്ങനെ ഒരു പരാതി KPCC അധ്യക്ഷന് കിട്ടി എന്ന് വാർത്ത കൊടുത്തതിന് ശേഷം ഞാൻ ഓൺ എയറിൽ വാർത്ത വായിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് അങ്ങനെ ഒരു വാർത്ത വരുന്നത്.
അതിനുശേഷമാണ് അത് KPCC അധ്യക്ഷൻ പരാതി DGPക്ക് കൊടുത്തത്. കൊടുക്കാതിരിക്കാൻ നിവൃത്തിയും നിർവാഹമൊന്നുമില്ല. അതിനുശേഷമാണ് കൊടുത്തത്. അങ്ങേക്ക് തർക്കിക്കണമെങ്കിൽ അങ്ങ് തർക്കിച്ചോ. പിന്നെ യൂത്ത് കോൺഗ്രസ് അധ്യക്ഷ സ്ഥാനം രാജിവെച്ചതിന് ശേഷം അത് നിങ്ങളുടെ വിലയിരുത്തലല്ലേ? അല്ല, എന്റെ വിലയിരുത്തലല്ല. അല്ലല്ല, DGPക്ക് കൈമാറിയത് അതിനുശേഷം തന്നെയാണ്. അതിന്റെ കാര്യം എന്താണെന്ന് വസ്തുതാവിരുദ്ധമായ കാര്യം പറയുന്നത് ശരിയല്ല. ഞാനത് പരിശോധിക്കാമെന്നാണ് KPCC അധ്യക്ഷൻ ആദ്യ പ്രതികരണം. KPCC അധ്യക്ഷനോട് തത്സമയം മാധ്യമങ്ങൾ പ്രതികരണം കള്ളമെന്ന് പറയണ്ട. ചർച്ച ചെയ്ത് കുലുങ്ങിയാലൊന്നും കേരളം കുലുങ്ങില്ല. എനിക്കങ്ങനെ അങ്ങനെ നടപടി അവതാരക ഇത് സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ്. ഇത് സത്യസന്ധമായി പറയുന്ന ഒരു കാര്യമാണ്. KPCC അധ്യക്ഷനോട് ആ പരാതിയുമായി ബന്ധപ്പെട്ട ചോദ്യം മാധ്യമപ്രവർത്തകർ ചോദിക്കുമ്പോൾ ഞാനത് പരിശോധിക്കാമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. DGPക്ക് കൈമാറിയിട്ടുണ്ട് എന്നല്ല, അതിനുശേഷമാണ് DGPക്ക് ആ പരാതി കൈമാറിയിരിക്കുന്നത്. അതായത് മാധ്യമങ്ങൾ മുഴുവൻ വാർത്ത കൊടുത്തതിന് ശേഷം പരാതി ഒളിച്ചു വെക്കാനൊന്നും പറ്റില്ല. പരിശോധിക്കണ്ടേ? അല്ല, പരാതി വന്നാൽ പരിശോധിക്കണ്ടേ? പരാതി വന്ന ജനങ്ങൾ അദ്ദേഹത്തിന് മേലിൽ കിട്ടിയ പരാതി മാത്രമല്ല, രാഹുൽ ഗാന്ധിക്കടക്കം CC വെച്ച പരാതി, അത് മാധ്യമങ്ങൾ വാർത്ത കൊടുത്തതിന് ശേഷം മാത്രമാണ് DGPക്ക് കൈമാറിയത് എന്ന് ഞാൻ പറഞ്ഞുള്ളൂ. ഒരു കാര്യം സ്വാഭാവികമാണേ, പരാതികൾ വരും, അത് പരിശോധിക്കും, പരിശോധിച്ചിട്ടാണ് ഉചിതമായ നടപടി സ്വീകരിക്കുന്നത്. വായിച്ചു നോക്കാതെ നടപടി സ്വീകരിക്കാൻ പറ്റുമോ? നിങ്ങൾ പറയുന്നത് കേട്ടോണ്ട് നടപടി സ്വീകരിക്കാൻ പറ്റുമോ? അല്ല, ഞങ്ങൾ ചോദിച്ചു. അപ്പൊ അല്ല, പേര് വെക്കാതെ കിട്ടിയ പരാതി DGPക്ക് കൈമാറിയ പാർട്ടിയാണെന്ന് പറഞ്ഞതാണ്. നാട്ടുകാർ മുഴുവൻ അറിഞ്ഞിട്ട് ഒളിച്ചു വെക്കാൻ പറ്റില്ല ചോദിച്ചുകൊണ്ടിരുന്നോളൂ. ഞങ്ങൾ ചോദിച്ചോണ്ടിരിക്കും. നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്ക്. കേരളത്തിന്റെ മുഖ്യമന്ത്രിയോട് ചോദിക്കും. മാധു, എന്തുകൊണ്ട് ഇത്രയും ക്രൂരനായ പെണ്ണുപിടിയനായ ഒരു ജനപ്രതിനിധിയെ താങ്കൾക്ക് എന്തുകൊണ്ട് താങ്കളുടെ പോലീസിന്റെ കയ്യിൽ പരാതി കിട്ടിയിട്ട് അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല? മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്. ഞങ്ങളൊരു അപേക്ഷ പരിശോധിക്കാനുള്ള സമയം ചോദിച്ചാൽ അത് കുഴപ്പം. അറസ്റ്റ് ചെയ്തല്ലോ, ഇന്നലെ മുഴുവൻ കഴിയുന്നത്. എന്ന് അറസ്റ്റ് ചെയ്തു. ഇപ്പൊ നിങ്ങൾ ഈ ചോദ്യം, മാധുവിന്റെ ചോദ്യത്തിന്റെ ഉത്തരം ഇതാണ്. ഞങ്ങൾ പരിശോധിച്ചതിന് ശേഷം ഫോർവേഡ് ചെയ്തു. അവർക്ക് സൗകര്യമുള്ള പരിശോധിച്ചതിന് ശേഷമല്ല ഫോർവേഡ് ചെയ്തത്. ആ പരാതിയുമായി ബന്ധപ്പെട്ട് കേരളം മുഴുവൻ അങ്ങനെ ഒരു പരാതി കിട്ടിയിട്ടുണ്ടെന്ന് അറിഞ്ഞതിന് ശേഷം മാത്രമാണ് DGPക്ക് കൈമാറിയത്. തർക്കമില്ലാത്ത കാര്യമാണ്. വളരെ നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും. എന്റെ സമയം പൂർണ്ണമായും പൂർത്തിയാവുകയാണ്.